നമസ്കാരം. ജമ്മു കാശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ശനിയാഴ്ച ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചിട്ടാണ് 30 മിനിറ്റ് നേരമാണ് പ്രധാനമന്ത്രിയും ഒമർ അബ്ദുള്ളയും ചർച്ച നടത്തിയത്. ഏപ്രിൽ 22 ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഇന്നലെ നടന്നത്. 26 പേരുടെ ജീവനെടുത്ത പഹൽഗാമിലെ ആക്രമണം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ചർച്ചയിൽ അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ ആഴ്ച നടന്ന പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സംസ്ഥാന പദവിക്കായി പഹൽഗാം ആക്രമണം ഉപയോഗിക്കില്ല എന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജമ്മു കാശ്മീരിൽ മുഖ്യമന്ത്രി ശക്തമായ പ്രസ്താവന നടത്തിയിരുന്നു. വിനോദസഞ്ചാരികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ വ്യക്തിപരമായി തനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ആളുകളുടെ ആതിഥേയനായിരുന്നു. ഈ ആളുകളെ സുരക്ഷിതമായി അയക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒമർ അബ്ദുള്ള പറഞ്ഞ വാക്കുകളാണിത്. ആക്രമണം പാകിസ്ഥാനുമായുള്ള സംഘർഷം വർദ്ധിപ്പിച്ചതോടെ പാകിസ്ഥാനിൽ നിന്നുള്ള തപാൽ ഇറക്കുമതി എന്നിവയെല്ലാം ഇന്ത്യ നിർത്തിവച്ചിരിക്കുകയാണ്. പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ 3 പാകിസ്ഥാൻ പൗരന്മാർ ഉൾപ്പെടെ 5 ഭീകരരെ അധികൃതർ തിരിച്ചറിഞ്ഞതാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ഫറൂഖ് അബ്ദുള്ള പഹൽഗാമിൽ വിനോദസഞ്ചാരികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കാശ്മീർ അന്നും എന്നും ഇന്ത്യയുടെ ഭാഗമായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. സംഭവത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സന്ദേശം വിനോദസഞ്ചാരികൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ്. ആ ഒരു ഭീതി പരത്താൻ ആഗ്രഹിച്ച ആളുകൾക്ക് അവർ തോറ്റുപോയി. നമ്മൾ ഭയപ്പെടാൻ പോകുന്നില്ല എന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കാശ്മീർ അന്നും എക്കാലത്തും ഇന്ത്യയുടെ ഭാഗമായിരിക്കും. ആളുകൾ തീവ്രവാദം അവസാനിപ്പിക്കണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. തീവ്രവാദം എന്നേക്കുമായി അവസാനിപ്പിക്കണം. തീവ്രവാദം കണ്ടിട്ട് 35 വർഷമായി നമുക്ക് പുരോഗതി വേണം. മുന്നോട്ട് പോകണം. ഞങ്ങളൊരു ദിവസം സൂപ്പർ പവറായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 29 നടന്ന ഉന്നതതല സുരക്ഷാ യോഗത്തിൽ ഭീകരതയെ നേരിടാനുള്ള രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. പഹൽഗാം സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാൻ ഇന്ത്യൻ സൈന്യത്തോട് പൂർണ്ണമായ പ്രവർത്തന സ്വയംഭരണം നൽകിയിട്ടുണ്ട് എന്നാണ് പ്രഖ്യാപിക്കുകയായിരുന്നു. അതായത് ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട്. കൂടുതൽ സുരക്ഷ അടക്കം ജമ്മു കാശ്മീരിൽ വരുത്താനുള്ള നടപടികളും ചർച്ചയിൽ സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായ സന്ദേശം ഓരോ ദിവസവും ഇന്ത്യ പാകിസ്ഥാന് നൽകുന്നുണ്ട് എന്നത് വ്യക്തമാണ്. കൂടാതെ വിവിധ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി മോദി ഒരു ചർച്ചയും നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.